സിനിമയിൽ നീതിക്കു വേണ്ടിയുള്ള സമരം ഇപ്പോഴത്തെ വിധിയോടെ അവസാനിക്കുന്നില്ല. അതിജീവിത ഉയർത്തിയ സത്യത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും പതാക ഇനി ഉയർത്തിപ്പിടിക്കാൻ സിനിമാ രംഗത്തെ കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും രംഗത്ത് വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിജീവിതക്കും സിനിമയിലെ സ്ത്രീ അവകാശങ്ങളുടെയും കൂടെയായിരിക്കും CPI എന്നും നിലകൊള്ളുക. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശക്തി പകർന്നവർ ആരെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. പ്രോസിക്യൂഷൻ ഭാഗം തുടർന്നും നടക്കുന്ന നിയമ പോരാട്ടങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് കേരള ജനത വിശ്വസിക്കുന്നത്. ഏറ്റവും ജനപ്രിയ കലയായ സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ദുരവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് അവരുടെ അഭിമാന സംരക്ഷണം സിനിമാ ലോകത്തിന്റെ കർത്തവ്യമാണെന്ന് ബോധ്യപ്പെടുത്താനും അതിജീവിതയുടെ സമരം മൂലം കഴിഞ്ഞുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ചോദ്യങ്ങൾ ബാക്കിയാണ്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രതികൾക്ക് ഈ കുറ്റം ചെയ്യാൻ ആരാണ് തുണയായത്? ആരുടെ പിൻബലമാണ് അവർ സഹായിച്ചത്? അവർക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയുള്ളൂ. തൽക്കാലം കോടതി അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിനപ്പുറവും കോടതി ഉണ്ടല്ലോ, വിചാരണയും ഉണ്ടാകും. അത്തരം കോടതിയിലും ആ വിചാരണ വേളയിലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇതിൻ്റെ പുറകിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. സിനിമ ഏറ്റവും ജനപ്രിയമായ കലാരംഗമാണ്. ഇവിടുത്തെ സ്ത്രീ സാന്നിധ്യം യാഥാർത്ഥ്യമാണ്. ആ സ്ത്രീകൾ സിനിമാ ലോകത്ത് സുരക്ഷിതരല്ല. പല പേരും പറഞ്ഞുകൊണ്ട് സിനിമയിലേക്ക് എത്തിപ്പെടുന്ന പ്രതിഭാസമ്പന്നരായ സ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും ഇനി ഇപ്പോൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഏറെക്കാലം അത് മറവിലായിരുന്നു, അത് പുറത്തു വന്നു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.